അപ്പം ഇന്ന് നമ്മൾക്ക് മണ്ണില്ലാതെ നമുക്ക് പച്ചക്കറികൾ കൃഷികൾ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആദ്യം തന്നെ അതിൻ്റെ ഐറ്റംസ് ഒന്ന് നോക്കാം. ഏതൊക്കെ അതുകൾ നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളത് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് നമ്മുടെ വാഴച്ചാമ്പലിയാണ് ആണോ, വാഴയിൽ നിന്ന് ഇടുന്ന വാഴച്ചാമ്പലിയാണ്. എന്നിട്ട് അത് നമ്മൾ ചെറുതായിട്ട് വെട്ടി പീസാക്കി ഇങ്ങനെ വെച്ചിരിക്കണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിൽ. അപ്പോൾ അതൊന്ന് കേട്ടോ. ഇനി രണ്ടാമത്തെ ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അത് നമ്മുടെ അടയ്ക്കാമരത്തിൻ്റെ പാള തണ്ട് കേട്ടോ, ഇതാണ്. ഇതും ചെറുതായിട്ട് ഞാൻ വെട്ടി റെഡിയാക്കിയിട്ട് ഇതേമാതിരി ആക്കി വെച്ചിട്ടുള്ളതാണ്. കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് നടേണ്ട ഇത് വിത്ത് ചെടി നടേണ്ട ടൈമിൽ ഇത് ഒന്ന് 2 മണിക്കൂർ മുമ്പ് എടുത്ത് വെച്ചിട്ട് ചെയ്യാം. ഇതും അതേമാതിരി തന്നെയാണ് കേട്ടോ. നമ്മുടെ അടയ്ക്ക പൊളിച്ചതിൻ്റെ തൊണ്ടാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ നാളികേരം പൊളിച്ച മടൽ ഇതേമാതിരി കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ അറക്കപ്പൊടി, മരമൊക്കെ അറക്കണ അറക്കപ്പൊടി ഇല്ലേ, അതാണ്. പക്ഷേ മരം അറക്കണ അറക്കപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ഇതിലിടുമ്പോൾ ശ്രദ്ധിക്കണം. തെങ്ങിൻ്റെ മാവിൻ്റെ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, തേക്കിൻ്റെ ഒരു കാരണവശാലും പൊടി വരരുത് കേട്ടോ. അപ്പോൾ അത്ര ഇതുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ഇടുള്ളൂ. ഞാനിപ്പോൾ അങ്ങനെ നോക്കി എനിക്ക് കിട്ടിയതിൻ്റെ പേരിൽ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് അറക്കപ്പൊടി കേട്ടോ. ഇത് നമ്മുടെ ചകിരിച്ചോറാണ്. അത് ഞാൻ മേടിച്ചിട്ട് വന്നിട്ട് ഇത് രണ്ട് ദിവസം വെള്ളത്തിലിടണം നമ്മൾ. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് രണ്ടാമത് വെള്ളത്തിലെടുത്തിട്ട് അതിനെ ഇതാക്കിയതിന് ശേഷമാണ് നമുക്ക് ചകിരിച്ചോറ് എന്തായാലും ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ സാധാരണ കരിയില മാവിൻ്റെയോ പ്ലാവിൻ്റെയോ ചീമക്കൊന്നര എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിടാം കേട്ടോ. ചാണകമാണ് കേട്ടോ, ഉണങ്ങി പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ളത് ചാണപ്പൊടി. ഇത് സൂഡോമോണോസ് കലക്കി വെച്ചിട്ടുള്ളതാണ്. 20 ഗ്രാം എടുക്കുക, 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ചെടികൾ നട്ടതിന് ശേഷം ഒഴിക്കാനായിട്ടുള്ളതാണ് കേട്ടോ. ഇതിലാണ് ഞാൻ ചെയ്യാനായിട്ട് പോണത്. ഇതെല്ലാം ഒരു ചെടിക്ക് വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ. അപ്പോൾ ഇത് കഴിയുന്നത് വരെ ഞാൻ ഓരോ ചെടികൾക്കും ഓരോന്നായിട്ട് ചെയ്യാനാണ് ഞാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഇതല്ലെങ്കിലും നമുക്ക് ഇതല്ലാണ്ട് തന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പേപ്പർ വയ്ക്കണമെങ്കിൽ കാർഡ്ബോർഡ് വയ്ക്കണമെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതല്ലാണ്ട് വേറെ പച്ചിലകൾ തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതൊക്കെ നമുക്ക് മണ്ണില്ലാണ്ട് കൃഷി ചെയ്താൽ അതൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ എന്ത് കിട്ടണോ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഗ്രോ ബാഗിലാണ് ഞാൻ ചെടി നടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രോ ബാഗ് എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഹോളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഇതാണെങ്കിലും ചിലപ്പോൾ ഹോള് വീണിട്ടുണ്ടാവില്ല. അപ്പോൾ ഹോള് വീണിട്ടിൽ നമ്മൾ ഹോളാക്കി വയ്ക്കണം കേട്ടോ. ഇതൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം നമുക്ക് ഇത് ഞാൻ മുന്നേ ചെടി നട്ടിരുന്ന ഗ്രോ ബാഗ് തന്നെയാണ്, അല്പം വലിപ്പമുള്ള സൈസാണ്. എന്നിട്ട് ഇതിൽ നിന്ന് മടക്കാം. നമ്മുടെ വിസ്താരമൊക്കെ കൂട്ടി നമുക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഒന്ന് മടക്കി വയ്ക്കാം. നിറയുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. ഇതാണ് ഫസ്റ്റിൽ നമുക്ക് നമ്മുടെ നാളികേരത്തിൻ്റെ തൊണ്ട് വെട്ടിയത് അടിയിലിടാം കേട്ടോ. ഇത് അടിയിലിടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്യാനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മൾ വേനൽക്കാലം ഒരു ദിവസം നേരം നനയ്ക്കാൻ പറ്റില്ലെങ്കിലും ഈ നനവ് അതിൽ നിന്ന് നിലനിൽക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ലെയർ ഇത് ഈ ചകിരി കൊണ്ട് ഏറ്റവും അടിയിൽ വെക്കണത് ചകിരി കേട്ടോ. അപ്പോൾ ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചകിരി കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ ചകിരി കൊണ്ട് മാത്രം ചെയ്യാം. അപ്പോൾ ഞാനിത് ചെയ്യണത് ചില പലതും ഇടുന്നുണ്ട്. നമുക്ക് ഒരെണ്ണം മതി, ഒരെണ്ണം മാത്രം ചെയ്താൽ എൻ്റെ ഉള്ളതിൻ്റെ പേരിലാണ് ഞാൻ ചെയ്യണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അതിന് ശേഷം ഒരു ഇത്തിരിക്കോളം ചാണപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു കാര്യം മറന്നു, അതായത് ഈ PVC പൈപ്പ് ഉണ്ട്, ഇങ്ങനത്തെ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, നമുക്ക് ചെടി നടാനായിട്ട് ഉപകാരപ്പെടും. അപ്പോൾ ഇതിൻ്റെ വലിപ്പം കൂടുതൽ വേണമെങ്കിൽ അത് വയ്ക്കുക. ഞാനിപ്പോൾ ഇത് വയ്ക്കാനായിട്ട് ഒന്ന് ശ്രദ്ധ തെറ്റിപ്പോയി. അതില്ലെങ്കിലും കുഴപ്പമില്ല, അത് പല രീതിയിലും ചെയ്യാൻ പറ്റും.
അപ്പം നമ്മളിത് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ചകിരിച്ചോറ് ഇട്ടു, ചകിരി ഇട്ടു, നമ്മുടെ ഈ ചാണപ്പൊടി ഇട്ടു കേട്ടോ. അതിൻ്റെ ഒന്ന് പതുക്കുന്ന അമർത്തി കൊടുക്കുക. നമ്മുടെ പോളി ബാഗൊക്കെ നല്ല വിസ്താരം വെച്ച് അടിയിൽ റെഡിയാക്കി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ വാഴയുടെ തണ്ട് നമ്മൾ വെട്ടിയിട്ടുള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ട് അപ്പം ഞാൻ ചെറുതായിട്ട് എന്താ വെട്ടിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വലുതാകുമ്പോൾ കുറേ ഇതായി പോകും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിത് ചെയ്യുമ്പോൾ ഒരു കൈ എപ്പോഴും നമ്മുടെ ഈ PVC പൈപ്പ് വേണം. നമ്മൾ സെൻറ്റർ നോക്കിയിട്ട് വേണം ചെടിയുമേ ഗ്രോ ബാഗിൽ വെക്കാനായിട്ട് കേട്ടോ. അപ്പം നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് അമർത്തിയും കൊടുക്കാം കേട്ടോ. എന്നാലാണ് ഇരിക്കുള്ളൂ. നന്നായിട്ട് ഒരു ലെയറും കൂടി നമുക്ക് ചാണപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിൽ എന്തും ചെയ്യാം കേട്ടോ. കടലാസ് കൊണ്ടോ കാർബോർഡിൻ്റെ ഇതുകൊണ്ടോ. അപ്പം നമുക്ക് എന്താണ് കിട്ടാൻ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും എല്ലാം കിട്ടണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് കിട്ടാൻ എന്താ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിങ്ങാഞ്ഞ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അടിവശം നന്നായിട്ട് അല്ല സൈഡ് വശം ശരിക്കും അമർത്തി കൊടുക്കണം കേട്ടോ, ഫില്ലാവാനായിട്ട്. ഇതന്നെ ഇട്ട് കൊടുക്കാം. ഇതുള്ളതല്ല, അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. കാരണം വാഴച്ചാമ്പൽ എന്ന് വെച്ചാൽ ഏറ്റവും നല്ല വളം. ഒരു ലെയറും കൂടി നമുക്ക് ചാണപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഗ്രോ ബാഗ് നിറയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിറയ്ക്കുന്ന ഇതിലാണ് ഗ്രോ ബാഗിൻ്റെ ഇതിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ചെടി വയ്ക്കാനായിട്ടാണ് കേട്ടോ. ഈ ചകിരിച്ചോറ് ഇതിൽ നടന്ന് ഇത് ചകിരിച്ചോറും ചാണപ്പൊടിയും ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നല്ല ഇതായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, നല്ല ഇതായിട്ടുണ്ട്. ഇത് പോരാണെന്ന് പറഞ്ഞാൽ നല്ല വലിയ ഗ്രോ ബാഗ് അതിൻ്റെ പേരിലാണ് ഞാൻ ഫുള്ള് ടൈറ്റ് ആണ്. അല്ലെങ്കിൽ ഫുള്ള് ടൈറ്റ് ആക്കാണ്ടിരിക്കാൻ നല്ലത് കേട്ടോ. ഇതെല്ലാം ഫില്ല് ചെയ്ത് പിന്നെ ഏറ്റവും മേലെ തട്ടിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചാണപ്പൊടി കൂടുതലിട്ട് കൊടുക്കാം കേട്ടോ. ഏതാ മേലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ചാണപ്പൊടി കൂടുതലിട്ട് എന്നിട്ട് നമ്മുടെ ഈ പെറുക്കാൻ ഈ കൈ വെച്ചിട്ട് ഈ പൈപ്പ് ഇത് ഇങ്ങനെയാണ് ഊരിയെടുക്കുക എടാ. അതിൻ്റെ ഓള് ശരിയായി വേണ്ട ഇരിക്കണൊക്കെ. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ചകിരിച്ചോറും ചാണകം കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ. വേണ്ട, കാരണം ഇതിലാണ് നമ്മൾ ചെടി നടുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വേണം ചെടിയുടെ വേരുകൾ പോവാനായിട്ട്. അതുണ്ട് ഇതാ, നമുക്ക് ഒരു തൈ അല്പം ചെറുതാണ്, ചെടി നമുക്കതിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ചെയ്യുന്നത് വെണ്ടയ്ക്കയുടെ തൈയാണ്. രണ്ട് വെച്ച് ഇട്ട് കൊടുക്കുക. ഒന്ന് താത്തി പ്രസ് തന്നെ ചെയ്തോ കേട്ടോ. ഇവരെ നിൽക്കുന്ന കണ്ടിട്ടില്ല. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്കയുടെ തൈ നമ്മൾ നട്ടു. എന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നട്ട് കഴിഞ്ഞാൽ കുറച്ച് സൂഡോമോണസിൻ്റെ നമ്മൾ കലക്കിയ വെള്ളം ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതുണ്ടായിട്ട്
അത് കഴിഞ്ഞാലും നമുക്ക് എന്താണ് നമ്മൾ യൂസ് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ചെയ്യുക. ഈ കരയില ഇതിൻ്റെ ഏറ്റവും മേലെ വെക്കണേൽ ഇപ്പോൾ ചൂട് സമയത്ത് ഏറ്റവും നല്ലതാണ്. അതൊരു വശം, ചെടിക്ക് നല്ല ഒരു വശമാണ്. പിന്നെ ഇതിൻ്റെ ദോഷവശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ശ്രദ്ധ വരണം. അതിൻ്റെ പേരിലാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. കാരണം നമ്മൾ വെളിയിലൊക്കെ വെക്കും. ഇപ്പോൾ വേനൽക്കാലമാണ്. ഇപ്പോൾ നമ്മൾ നിലത്തിങ്ങനെ വെക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഈ ഇഴജന്തുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നനവ് നമ്മളിതിലുണ്ടാവുമല്ലോ. അപ്പോൾ നനവുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേലൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുക നമ്മൾ. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പം 2 ദിവസം വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് താന്നു പോവും. പിന്നെ നമുക്ക് നമ്മുടെ അടുക്കള വേസ്റ്റ്, അത് പച്ചക്കറികളുടെ ഈ ഉള്ളിയോ അല്ലെങ്കിൽ മറ്റുള്ള പച്ചക്കറികളുടെ വേസ്റ്റൊക്കെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് കടക്കി ഇടാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നും ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണം മണ്ണില്ലാണ്ട് നടണത് വെണ്ടയ്ക്കര നട്ട് കഴിഞ്ഞു. അത് നമ്മൾ PVC പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതല്ലാതെ കണ്ട് വേറൊരു രീതിയിൽ തന്നെ നടുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇത് നമ്മുടെ ചകിരിച്ചോറാണ്. ഇത് നമ്മൾ ഇതേ പറഞ്ഞ മാതിരി തന്നെ നാളികേരത്തിൻ്റെ ചകിരി ഇത് ചെറുതായിട്ട് കീറിയും കാഞ്ഞിട്ട് വെട്ടി വെച്ച കഷ്ണമാണ്. ഇതൊക്കെ ഇതിങ്ങനെ ഏറ്റവും അടിയിൽ ഞാൻ ഇടുന്നത് കേട്ടോ. ഏറ്റവും അടിയിൽ കേട്ടോ, ഏറ്റവും അടിയിൽ ഇതാടുന്നത്. അപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്താൽ നല്ലതാണ്. അല്ലെങ്കിൽ ഒരെണ്ണായാലും ചെയ്യാം. അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ ചകിരിച്ചോറ്. ഈ ചകിരിച്ചോറ് ഇതിന് ഡയറക്റ്റ് മില്ലിൽ പോയിട്ട് ഞാൻ ചകിരി തല്ലണേ മില്ലിൽ പോയിട്ട് ഡയറക്റ്റ് മേടിച്ചും കൊണ്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം വെള്ളത്തിലിടണം. 1 ദിവസം വെള്ളത്തിലിട്ടതിന് ശേഷം നേരം വെളുക്കുമ്പോൾ ഊറ്റി, അല്ലെങ്കിൽ ഒരു ദിവസം 10-12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈമ്പി കൂട്ടി എടുത്ത് രണ്ടാമത് ആ വെള്ളം കളഞ്ഞിട്ട് വേണം, 1 ദിവസം കൂടി വിട്ടിട്ട് വേണം, ഊറ്റിയെടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനാണ് കേട്ടോ. അതാണ് ചകിരി ഇട്ടതിന് ശേഷം ചകിരിച്ചോറ് ഇട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടക്കേര തൊണ്ട് കണ്ടാ. ഈ അടക്കേര തൊണ്ടാണ് ഇടുന്നത് കേട്ടോ. നമുക്കതാണ് പറഞ്ഞാൽ മണ്ണില്ലാണ്ട് നമുക്ക് ഏത് കൃഷി വേണമെങ്കിലും നമ്മുടെ കയ്യിലുള്ളതിൻ്റെ മാതിരി നമുക്ക് ചെയ്യാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതിൻ്റെ പേരിലാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നന്നായിട്ട് അമർത്തി കൊടുക്കുക. ഈ അമർന്നത് കറക്റ്റ് അമരണം കേട്ടോ. അത് ഏതിട്ടാലും നന്നായിട്ട് തന്നെ ഫില്ലാവണം, എന്നാലാണ് അതിൽ കാര്യമുള്ളൂ. ഈ അടയ്ക്കത്തൊണ്ട് ഞാൻ നനച്ചിട്ടിട്ട് വാരി വെച്ചതിന് ശേഷം ചെയ്യുന്നതാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇതിന് മാത്രമല്ല, നമ്മുടെ മറ്റുള്ള പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതൊക്കെ പണ്ടത്തെ രീതിയിൽ നമ്മൾ അച്ഛനൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പണ്ട് കണ്ടിച്ചേമ്പിനെ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത് കുഴി കുഴിച്ചിട്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ചാണപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നമ്മളിപ്പോൾ പൈപ്പ് വെക്കാത്തതിൻ്റെ പേരിൽ ആണ് ഇത്ര. അതിപ്പോൾ കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല. കാരണം നമ്മൾ ചെടി നടണ്ടല്ലേ, മറ്റേ പൈപ്പ് ഇട്ടിട്ട് ചെയ്യുന്നതല്ലല്ലോ. അപ്പോൾ എങ്ങനെ ചെയ്യാൻ സൗകര്യം വെച്ചാൽ അതേമാതിരി ചെയ്യാം. ഓളിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. വീണ്ടും കുറച്ച് ചാണകം ഇട്ടതിന് ശേഷം അടയ്ക്കേര തൊണ്ടുകൂടെ കുറച്ച് ചകിരിച്ചോറ് കൂടെ കേട്ടോ. ഇത് 2 ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഏതോ അതിലൊന്നായാലും മതി. ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് വെറുതെ പേപ്പർ വെച്ചാലും മതി. ഉള്ളത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി വളങ്ങൾ കൂടുതൽ കിട്ടുന്നുള്ള കണ്ടീഷനിലാണ്. അപ്പോൾ ഉള്ളവർ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരായാലും മതി കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടി ചാണപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പം ചാണപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് അമർത്തി കൊടുക്കട്ടെ, നന്നായിട്ട് അമർത്തിക്കോട്ടെ. എൻ്റെ ഗ്രോ ബാഗിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ഒരു ഓള് ആക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഈ പ്രാവശ്യത്തെ ചെടി
ഞാൻ ചെന്ന് അന്വേഷിച്ച് നമുക്ക് കിട്ടിയത് ചെറിയ ചെടിയാണ് കിട്ടിയത്, വഴുതനങ്ങയാണിത്. അപ്പോൾ ഇതുള്ള അവിടെ അപ്പോൾ അത് മേടിച്ചിട്ട് വന്നു അതാണ് കേട്ടോ. പിന്നെ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ഇതിൻ്റെ അടിയിലൊന്ന് തട്ടി കൊടുക്കുക, ഇങ്ങനെ പതുക്കനെ സ്പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തന്നെ പൊന്തി വരും, അപ്പോൾ ചെടിക്ക് കുഴപ്പം വരില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യാം, കുറച്ച് വയ്ക്കുക. വഴുതനങ്ങ വാങ്ങാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലില്ലാത്തൊരു 4-5 തരം വഴുതനങ്ങ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതില്ലാത്തൊരു വഴുതനങ്ങയാണ് കളറ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇത് മേടിച്ചത്. അപ്പോൾ ചെടി നിൽക്കുന്നതിൻ്റെ പേരിൽ കുറച്ച് കൂടുതലിട്ട് കൊടുക്കാട്ടെ. ചെടിയിൽ കാര്യം നമ്മൾ പൈപ്പ് വെക്കേണ്ടിട്ടല്ലേ, നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പൈപ്പ് വയ്ക്കാണ്ട് നടന്ന ഇതും നമ്മൾ ഇതാക്കി കൊടുത്തു കേട്ടോ. നന്നായിട്ടൊരു ചാണപ്പൊടിയും കൂടി വേണമെങ്കിൽ ചിന്ന കേട്ടോ, ചെറുതായിട്ട് മതി ടൈം മേലെ ഇടുന്നത്, വെറുതെ ഒരു ഇതിന് വേണ്ടി മാത്രം. ഇത് നമ്മുടെ സൂഡോമോണസ് കലക്കിയ വെള്ളം ചെറുതായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇത് നമുക്കിപ്പോൾ തന്നെ ഇല്ല കേട്ടോ, ഇത് വലുതായി വരുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് കുറച്ച് കരിയില പൊടിച്ചിടാൻ പറ്റിയാൽ അങ്ങനെ പൊടിച്ചിടാം കേട്ടോ. പൊടിച്ചൊന്ന് ചതച്ചിട്ടാൽ നല്ലതാണ്. വലിയ നല്ലത് ഇതൊന്ന് ഈ കരിയിലിട്ട് നമ്മൾ ഈ ഇട്ടിട്ടുള്ളതെല്ലാം നമ്മുടെ അടുത്ത പ്രാവശ്യത്തേക്ക് ഇപ്പോൾ ഈ ഇതിൻ്റെ വളം വലിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രാവശ്യം ഗ്രോ ബാഗ് എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല വളമായിട്ട് കിട്ടും ചെയ്യും കേട്ടോ. പിന്നെ അതും തന്നെയല്ല, സിമ്പിളായിട്ട് നമുക്ക് പൊന്തിക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ കുറച്ച് മറ്റേ ഗ്രോ ബാഗിനേക്കാളും ഒരു പൊടിക്ക് കനം കൂടുതൽ നമ്മുടെ ചകിരിച്ചോറ് കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതല്ലെങ്കിൽ വളരെ വെയിറ്റ് കുറഞ്ഞായിരിക്കും, നമുക്ക് എവിടേക്കെങ്കിലൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഏറ്റവും നല്ലതാണ്. നമ്മളിപ്പോൾ എല്ലാം ചെയ്യുന്നത് ഒരേ ഇതിലാണ്, ഐറ്റംസ് മാത്രമാണ് വേറെ വരുന്നത്. അതിൻ്റെ പേരിൽ ഞാൻ കൂടുതൽ പറയാണ്ടിരുന്നത് കേട്ടോ. ഇപ്പോൾ വേറെ ഞാൻ ചെയ്തത് ഇപ്പോൾ ഇത് നമ്മുടെ അടയ്ക്കാമരത്തിൻ്റെ തണ്ടിൻ്റെ വെട്ടിയതാണ്, അത് പാള, ഇതിൻ്റെ ഇലകൾ ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് വെട്ടി വെള്ളത്തിലിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ഇത് ചെയ്യുന്ന രീതികളൊക്കെ ഒരേ മാതിരി തന്നെ. അപ്പോൾ PVC പൈപ്പ് വെക്കണമെങ്കിൽ PVC പൈപ്പ് വെക്കുക, ഇങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കുക. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞത് തന്നെ നമ്മൾ കൂടുതൽ എപ്പോഴും എല്ലാത്തിലും പറയണതിൽ ഇതില്ലല്ലോ, അതിൻ്റെ പേരിൽ ഞാനിത് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മണ്ണില്ലാണ്ട് കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നടൽ കഴിഞ്ഞിട്ടുണ്ട്, അതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ മഴ ഒന്ന് വരുന്നുണ്ട്, അപ്പോൾ ഞാൻ ഇറക്കാലിക്ക് എടുത്ത് കഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. നട്ടന്ന് തന്നെ മഴ കൊള്ളണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പം നമ്മളേ മണ്ണില്ലാതെ കൊണ്ട് ഒരു ഗ്രോ ബാഗിൽ 3-4 വിത്ത് നട്ടിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് ഏത് പരുവായി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏതൊക്കെ എന്തൊക്കെ എങ്ങനെയായി എന്നുള്ളത് ഇതാ നോക്കിക്കോളൂ. ആദ്യം തന്നെ ഇതാണ്ട നമ്മൾ നട്ട വെണ്ടയാണ് ഈ കാണുന്നത്. നോക്കിയേ, നല്ല രീതിയിൽ തന്നെ വെണ്ടയ്ക്ക് ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ബാലൻസ് കുറവുണ്ട്, മണ്ണല്ലല്ലോ, അതിൻ്റെ പേരിൽ കുറച്ച് ബാലൻസ്. അപ്പോൾ ഇതിനൊന്ന് പിടിച്ച് ആദ്യം തന്നെ നമുക്കൊന്നത് കെട്ടി നിർത്താം. ഇതാ ഇങ്ങനെ ഒരു ചെറിയൊരു വടി കൊടുത്തിട്ട് ഇങ്ങനെ കെട്ടി നിർത്തി കഴിഞ്ഞാൽ കാറ്റ് വരുമ്പോൾ മറയില്ല. മഴക്കാലമായി തുടങ്ങിയിട്ടുണ്ട്, അപ്പം അതിൻ്റെ പേരിലാണ്. പിന്നെ നമ്മുടെ ചെടികൾക്ക് വളർച്ച കുറവിൻ്റെ ഒന്നും അങ്ങനെ ഇല്ല. പക്ഷേ തക്കാളിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഇതുണ്ട്. ഇപ്പോൾ മഴ പെയ്തതിൻ്റെ പേരിലൊരു അങ്ങോട്ട് നന്നായിട്ട് വന്നിരുന്നത്. അപ്പോൾ മഴ 2 നന്നായിട്ട് കൊണ്ടപ്പോൾ ഇതിനൊരു പൊടിക്കൊരു ഇത് വാട്ടം വന്നിട്ടുണ്ട്. ഇതിന് അതായത് നമ്മുടെ വഴുതനങ്ങ തെയ്യത്തെ കാണുന്നത് വെണ്ടയാണ് ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല വെണ്ടയ്ക്കായി ആയി ഇതേണ്ട ഇതൊക്കെ ഇപ്പം നമ്മൾ ഇട്ടിരുന്ന എല്ലാ വളങ്ങളും മിക്സ് ആയിട്ട് ഇതൊക്കെ നല്ല രീതിയിൽ ഇതായി മണ്ണും ആയി ചെയ്യില്ല. ഇപ്പോൾ ഇത് എടാ ഒരു തെരി മണ്ണില്ലാണ്ടാണ് നമ്മുടെ ഈ കൃഷി ഇപ്പം ഇങ്ങനെ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ ഗ്രോ ബാഗിൽ നിന്ന് വെച്ചതിന് ശേഷം നമുക്ക് ചെടിയൊക്കെ വളർന്നു വരുമ്പോൾ വളമായിട്ടും കൊടുക്കുകയും ചെയ്യാം.
അപ്പോൾ എല്ലാം കൊണ്ട് നമ്മുടെ അടുക്കള വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറിയുടെ ഉള്ളിയുടെ ഇതിങ്ങനത്തെ വേസ്റ്റുകൾ വരുന്ന ഒരു പാത്രത്തിൽ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള കടയ്ക്ക് ഇങ്ങനെ കൊണ്ട് ഇട്ട് കൊടുക്കാം. അത് നല്ല ഒരു ഇതാണ് കേട്ടോ. ഇനി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് മണ്ണില്ലാണ്ട് കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാനിതിൽ പറഞ്ഞു തരുന്നത്. ഞാനിപ്പോൾ ഇത് വേണ്ട വെണ്ടയ്ക്ക നോക്കി, എത്ര നല്ല വെണ്ടയ്ക്കായി നോക്കി. ഈ വെണ്ടയ്ക്ക് കുറച്ച് മൂത്ത് പോയി, പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യം ഉണ്ടായതാണ്. അപ്പോൾ അത് നിർത്തിയതാണ്. നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ്. അപ്പോൾ നോക്കിയാൽ നല്ല വെണ്ടയ്ക്കായില്ലേ. പിന്നെ മണ്ണില്ലാതെ കണ്ട് ഗ്രോ ബാഗ് നിറയ്ക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ മണ്ണ് ഈ ഗ്രോ ബാഗ് നിറച്ചപ്പോൾ തന്നെ തൈ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പൊടിക്ക് ക്ഷീണം ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിനി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നമാതിരി ചെടികൾ നടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് ദിവസം മുന്നേ തന്നെ ഗ്രോ ബാഗിൽ ഇത് റെഡിയാക്കി വെക്കുക. എന്നിട്ട് നനച്ചു കൊടുത്ത് അതൊന്ന് കുതിർന്ന് കിട്ടണം. എന്നാലാണ് നമുക്ക് നല്ല രീതിയിൽ ഇതേമാതിരി നല്ല രീതിയിൽ വേണ്ട ഇത് നമ്മുടെ ചകിരിച്ചോറിൻ്റെ ഇതാണ്, നല്ല രീതിയിൽ ആയി കിട്ടുള്ളൂ. ഇത് ചകിരിച്ചോറിൻ്റെയാണ്. ഇത് നമ്മൾ ഇതാണ് ചകിരിച്ചോറ്. ഇത് നമ്മുടെ അറക്കപ്പൊടിയാണ് എടാ. ഇതാണ് ചകിരിച്ചോറ് എടാ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കുതിർന്ന് കിട്ടാൻ, നമ്മുടെ കരിയിലും വാഴലത്തണ്ടൊക്കെ കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10-20 ദിവസം എന്തായാലും പിടിക്കുക. അപ്പോൾ അത്ര ദിവസം മുമ്പ് നമ്മൾ ഗ്രോ ബാഗിൽ തയ്യാറാക്കി വെച്ചിട്ട് നമ്മൾ തൈകൾ നടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല വളർച്ചയോടുകൂടി ഇങ്ങോട്ട് പോരും. ഇത് ഞാൻ ഒരുമിച്ച് ഫസ്റ്റിലാണ് നട്ടതിൻ്റെ പേരിൽ ഒരു പൊടിക്ക് ക്ഷീണം വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് അതേമാതിരി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതിൽ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. നമുക്കിത് കണ്ട ഗ്രോ ബാഗിന് കനമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് എടുത്ത് പൊന്തിക്കാൻ പറ്റും. കടാ എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. എടാ ഇതൊക്കെ ഒരു വിരലാണെങ്കിൽ ഒരു വിരലിനിട്ട് പിടിച്ച് എടുത്തുകൊണ്ട് പോകാം. അതാണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ വാർക്കര മേലെ വെക്കുന്നതും നമുക്ക് മണ്ണില്ലാണ്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതല്ലേ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ വെണ്ടയമ ഇപ്പോൾ നല്ല രീതിയിൽ വരുന്നുണ്ട്. വഴുതനങ്ങയും നമുക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട്. തക്കാളി ഒരു പൊടിക്ക് ഇനിയിപ്പോൾ എന്തായാലും നന്നാവും. കാരണം കുറച്ചൊരു മഴ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ഡീസൻ്റായിട്ട് വരും. അങ്ങനെ ഇത് ഞാൻ മണ്ണിൽ നട്ട വെണ്ടയ്ക്കാണ്. അപ്പോൾ അതിൻ്റെ വളർച്ചയും ഇതിൻ്റെ വളർച്ചയും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് ഇതിൽ കൂടുതൽ നമുക്കിത് വരുന്നെന്നുള്ളത്. എന്തായാലും ഗ്രോ ബാഗിൽ വെക്കുന്നേക്കാളും കൂടുതൽ നമ്മൾക്ക് കിട്ടുക മണ്ണിൽ വെച്ച് വളം കൊടുത്ത് വരുമ്പോൾ തന്നെയാണ്. അപ്പോൾ അത് ഗ്രോ ബാഗിൽ വെക്കണമെന്നാണെങ്കിൽ നിവൃത്തിയില്ല, മണ്ണിനൊന്നും സ്ഥലമില്ല, ഒന്നുമില്ല. നമുക്ക് വാർക്കര വരെ വെക്കേണ്ട നിർബന്ധം കൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം വെച്ച വെണ്ടക്കായ തന്നെയാണ് ഈ കാണുന്നതൊക്കെ. നല്ല രീതിയിലാണ് വെണ്ടക്കായ. ഇതൊക്കെ പൊട്ടിച്ചിട്ടാ, ഇതൊന്നല്ല ഞങ്ങളിതിപ്പോൾ വേണ്ട അതെ വേണ്ട, ഇതൊക്കെ ഞങ്ങൾ ഡെയിലി പൊട്ടിക്കുന്ന മാതിരി പൊട്ടിച്ച് കഴിഞ്ഞ് കറി വയ്ക്കാൻ. ഇപ്പോൾ നാളെ അത് പൊട്ടിക്കും. അപ്പോൾ നമുക്ക് ഇത്ര 3-4 കടയുള്ളെങ്കിലും ഒരു വീട്ടിലേക്കുള്ള കറികൾക്കൊക്കെ ഉള്ള സുഖസുന്ദരമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ മണ്ണില്ലാണ്ട് ഗ്രോ ബാഗിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതേമാതിരി ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. പക്ഷേ ഇത്രമാത്രം തൈ കുഴിച്ചിടണം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കുറച്ച് ദിവസം മുന്നേ ഗ്രോ ബാഗിൽ തയ്യാറാക്കി വെച്ച് നന്നായിട്ട് വെള്ളം അതിൽ ഒഴിച്ചു കൊടുത്ത് കുതിർത്തി അതിന് ശേഷം ഒരു 10-15 ദിവസം കഴിഞ്ഞ ശേഷം തൈ നടുന്നതായിരിക്കും നല്ലത്. അതാണ് എനിക്കിതിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.